ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നോടാണെങ്കിലേ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഡെയിലി, ഞാൻ എങ്ങനെയാണ് ഇത്രയും മെലിഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റി ആവാന്ന്. ഞാൻ രാവിലെ എണീച്ചു, പല്ലൊക്കെ തേച്ചു, നമ്മുടെ ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി ഒരു കുളിയും കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ടേ. ഞാൻ ആദ്യം തന്നെ രാവിലെ നല്ല പോലെ ജീരകം വെട്ടിത്തിളച്ച ഒരു ഗ്ലാസ് വെള്ളമോട്ടോ കുടിക്കുന്നത്. അതൊന്ന് ഒരു ഇളം ചൂടോടെ കുടിക്കാറുണ്ടേ ഡെയിലി. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു ചായ കുടിക്കുന്നത്. എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും എന്തൊക്കെ കഴിച്ചില്ലേലും കുടിച്ചില്ലേലും ഈ ചായയും ആ ജീരകവെള്ളവും ഞാൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. അങ്ങനെ ചായയുടെ കൂടെ ഇന്ന് ഞാൻ രാവിലെ കഴിക്കുന്നത് ഇതേപോലെ നല്ല മധുരമുള്ള 2 കേക്കാണേ. സത്യം പറയാലോ, ഞാൻ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണ് തള്ളിപ്പോവും. അമ്മാതിരി കഴിപ്പ് ഞാൻ ചില ഡെയിലി കഴിക്കാറുണ്ട്. പക്ഷേ എനിക്കറിഞ്ഞൂടാ ഞാൻ വണ്ണം വെക്കാത്ത എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. അതെനിക്കൊന്ന് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചുള്ള ഒരു സംഭവം ഉണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ഈ വണ്ണം വെക്കുന്നതും വണ്ണം വെക്കാത്തതും ഒക്കെ. ഞാൻ തമ്മനയിൽ വെച്ചിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടോ? അതിൻ്റെ അകത്ത് ഞാനൊരു 10ാം ക്ലാസ് വരെ നല്ല വണ്ണത്തോണ്ടിരുന്നൊരു വ്യക്തിയാണേ. പെട്ടെന്നാണ് ഞാൻ ഭയങ്കര സ്കെൽറ്റായി പോയത്. ഏകദേശം പറഞ്ഞ ഒരു +2 ശേഷമാണ് ഞാൻ നന്നായിട്ട് സ്കെൽറ്റായത്. ഇപ്പം നമ്മൾ സ്കെൽറ്റായിട്ടിരുന്നാലും വണ്ണം വെച്ചിരുന്നാലും അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നൊന്നും പേടിക്കില്ലെന്നേ. ഞാനാണെങ്കിൽ ഒരുപാട് മധുരം കഴിക്കുന്ന ഒരു വ്യക്തിയാണേ. എനിക്ക് വായിക്ക് ടേസ്റ്റുള്ള എല്ലാ ഐറ്റവും ഞാൻ കഴിക്കും. ഞാനിങ്ങനെ ചിന്തിക്കും, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞൊരു ഷുഗറോ പ്രഷറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മധുരവും ഉപ്പ് അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്ത് മാക്സിമം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. ഞാൻ ഇന്ന് ലഞ്ചിന് തയ്യാറാക്കിയത് ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ, ഒരു തട്ടിക്കൂട്ടി ചിക്കൻ ബിരിയാണി. ആദ്യം ഞാൻ ചിക്കൻ അരപ്പൊക്കെ വരട്ടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിൽ മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്ത് ചിക്കനെയും ആ ഉള്ളിയും എല്ലാവരെയും കൂടി ഇട്ട് ഒരു 4 എടുത്തിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി സെറ്റാക്കി വെച്ച് നമ്മുടെ ബസുമതി റൈസിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇത് അവിടെ ഇരുന്ന് ഒരു 4 വിസിൽ കേൾക്കട്ടെ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിരിയാണി റെസിപ്പി കേട്ടോ ഇത്. പിന്നെ ഞാൻ എന്ത് തിരക്കിൽ നിൽക്കുകയാണെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ കുപ്പിയുടെ ഭംഗിയൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ചൊന്ന് മൊരിയിക്കാൻ വെച്ചിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ വേണമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തൈരിൻ്റെ ഇല്ലായിരുന്നു. ഈ തൈരും കൂടെ കൂട്ടി ഈ ചിക്കൻ ബിരിയാണി കഴിക്കാൻ എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണെന്നേ. തൈരും കുക്കുംബറും കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ട് സെറ്റാക്കിയത് അടിപൊളി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കുറച്ച് അലക്കലും കഴിവലും ഒതുക്കലും പറക്കലും തൂക്കലും വാരലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം വൈകുന്നേരം ആയപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നടക്കാൻ പോയി കേട്ടോ. എനിക്ക് ഫിൻലൻഡിൽ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ നടക്കാൻ പോകൽ. അതും വൈകുന്നേരമോ രാവിലെ ഉച്ചയ്ക്കോ ഇവിടെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നടക്കാൻ പോവാം. കാരണം ഭയങ്കര വെയിലുമില്ല, ഭയങ്കര തണുപ്പുമില്ല. ഈ ഒരു ക്ലൈമറ്റ് അടിപൊളി കേട്ടോ. ഈ നടക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൻ്റെ കാര്യം തന്നെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ശേഷം ഒരു ചായ ഇട്ടങ്ങോട്ട് കുടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനൊരു ആപ്പിൾ കഴിച്ചേ. ഇനി അടുത്ത മാസം തൊട്ട് ഇവിടെ ആപ്പിളിൻ്റെ ടൈമാണെന്നാണ് പറയുന്നത്. ആപ്പിളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയേ. പുള്ളിക്കാരി എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊന്ന് എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നീട് ഞാൻ റൂമിൽ തിരിച്ചെത്തി. ശേഷം ഒന്ന് കുളിച്ച് ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ ഓർത്തത് ഇന്നലെ തിന്ന മുട്ടയുടെ പകുതി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ബാക്കി അത് ഇന്ന് കഴിച്ച് തീർത്തു. ഈ ഒരു 4 പീസായിരുന്നു, അതും കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഡിന്നറിൻ്റെ സമയമായി. ഇന്ന് ഞാൻ കഴിച്ചത് പിസയാണ്. ശരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം കഴിക്കുന്നത് ഒന്നെങ്കിൽ അപ്പോ കടലക്കറിയോ അപ്പോ വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ദോശയോ ഒക്കെയാണ് കഴിക്കുന്നത്. ഇന്ന് പിസ ആട്ടോ കഴിച്ചത്. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഇതൊക്കെ ആട്ടോ ഒരു ദിവസം കഴിച്ചത്. ചില ഐറ്റംസൊക്കെ ഡെയിലി ഒരേപോലെ വരാറുണ്ട്, ബാക്കിയൊക്കെ മാറി മാറി വരാറുണ്ട്. ഡിന്നറൊക്കെ കഴിച്ച് പുറത്തോട്ട് നോക്കിയപ്പം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടേ. അന്നേരം പിന്നെ ഈ തണുത്ത മഴയിൽ ഞാൻ പോയി മൂടി പുതച്ച് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ലവ് യു ഓൾ, ബൈ ബൈ.